വനമേഖലകളിൽ സുപ്രധാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാഥമിക വിവരശേഖരണത്തിനും പ്രാരംഭ നടപടികൾക്കുമായാണ് വനം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്ത് 234 പ്രാഥമിക സന്നദ്ധ സേനകൾ വരുന്നത്. സന്നദ്ധ പ്രാഥമിക സഹകരണ സേന അഥവാ PRT എന്ന് പേരിട്ടിരിക്കുന്ന സംഘങ്ങൾ ജൂൺ മാസത്തോടെ ഗോദയിലിറങ്ങും. ജനജാഗ്രതാ സമിതികളുടെയും മറ്റും നിർദ്ദേശാനുസരണം ഇവരെ തെരഞ്ഞെടുക്കുന്ന ജോലി നടന്നുവരികയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി കഴിഞ്ഞ വർഷം വനം വകുപ്പ് രൂപം നൽകിയ കർമ്മ പരിപാടികളിലൊന്നാണ് PRT രൂപീകരണം. വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സുസംഘടിത സ്വഭാവത്തിൽ ഇത്തരം സേനകളെ നിയോഗിക്കുന്നത്. സൂപ്പർ വോളണ്ടിയർമാർ, ആപ്ത വോളണ്ടിയർമാർ, സിവിൽ ഡിഫൻസ് സംഘങ്ങൾ, സന്നദ്ധ സംഘടനാ സംഘങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് പ്രാധാന്യം നൽകിയാണ് PRT രൂപവൽക്കരണം. തുടർന്ന് പരിശീലനം നേടി ഈ മാസം തന്നെ അവർ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങും. മനുഷ്യ വന്യജീവി സംഘർഷവും കാട്ടാന, പുലി, കടുവ, കാട്ടുപന്നി എന്നിവ നാട്ടിലിറങ്ങി ജനജീവിതത്തിന് ഭീഷണിയാവുന്നതും വ്യാപകമായതോടെയാണ് PRTകൾ രൂപവൽക്കരിക്കാൻ ധാരണയായത്. സംസ്ഥാനത്തെ വനമേഖലകളെ 8ആക്കി തിരിച്ചാണ് സേനകളെ നിയോഗിക്കുക. വന്യജീവി സംഘർഷമുണ്ടാവുന്ന മേഖലയിൽ വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനാവാത്ത സന്ദർഭങ്ങളിൽ സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് കൈമാറുക എന്നതാണ് ഇവരുടെ പ്രവർത്തനം. RRT സമയബന്ധിതമായി എത്താത്തത് മൂലം സംഘർഷ ലഘൂകരണം താറുമാറാവുന്ന സ്ഥിതി ഒഴിവാക്കുക എന്നതും ലക്ഷ്യമുണ്ട്. ഒരു പ്രദേശത്തെ വന്യജീവി സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് PRTകളുടെ മുഖ്യ കർത്തവ്യം. RRT എത്തുന്നതിന് മുൻപ് സംഘർഷ സ്ഥലത്ത് എത്തി ജനങ്ങളുടെയും വന്യജീവികളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതലയും ഇവർക്കുണ്ട്. ജനജാഗ്രതാ സമിതികളാണ് PRTകൾക്ക് അംഗീകാരം നൽകേണ്ടത്. 5 മുതൽ 12 വരെ അംഗങ്ങളാകും ഓരോ സേനയിലും ഉണ്ടാകുക. പ്രദേശങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഓരോ പ്രദേശത്തെയും പ്രവർത്തന സന്നദ്ധരായവരെ ഉൾപ്പെടുത്തി വേണം PRT രൂപവൽക്കരിക്കാനെന്ന് വനംവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. വന്യജീവി സാന്നിധ്യം തിരിച്ചറിയുന്നതിനും മറ്റും ഇവരുടെ പ്രാദേശിക കാടറിവുകൾ സഹായിക്കുമെന്നാണ് നിഗമനം. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഘട്ടം ഘട്ടമായി ഇത്തരം സേനകൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടാൽ ഏത് മൃഗമാണെന്ന് കണ്ടെത്താനുള്ള പരിശീലനവും ഇവർക്ക് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.